ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ളോഗ്സിൻ്റെ പത്രപാരായണത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 1, കർക്കിടകം 15, ശനിയാഴ്ച. അപ്പം മഴയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. സേഫായ സ്ഥലങ്ങളിലിരിക്കണം. വാർത്തകൾ ഫോളോ ചെയ്യണം. അപ്പോൾ പറഞ്ഞു കുടുങ്ങി UDF പിന്നോട്ടോ മുന്നോട്ടോ PM-ശ്രീയുടെ വിഷയത്തിൽ നിന്നാണ് മാതൃഭൂമിയുടെ പ്രധാന ഹെഡിങ്. ഫ്രാങ്കോ ബരേസിക്ക് വിട സ്പോർട്സ് പേജിലുണ്ട്. പിന്നെ തെരുവുനായ ആക്രമണം, നഷ്ടപരിഹാരം തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി. പിന്മാറാമെന്ന് കേന്ദ്രം എന്ന് പറയുന്നുണ്ട്. PM-ശ്രീയിൽ വേണമെങ്കിൽ പിന്മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നായകടിക്ക് തങ്കപ്പന് നഷ്ടപരിഹാരം കിട്ടും. അത് തളിപ്പറമ്പിലാണ് കേട്ടോ. നായകടിച്ചയുടെ തെരുവുനായയുടെ തടിയേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ 19 വർഷത്തിനു ശേഷം പലിശ സഹിതം 30,000 രൂപ നൽകാൻ ഹൈക്കോടതി വിധി. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു പേജും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് അഡീഷണൽ ഒരു പേജും കൂടെ ഉണ്ട്. പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസ് പ്രതികളെ വെറുതെ വിട്ടു. മുത്തങ്ങ ഭൂസമരവുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരൻ കൊന്ന കേസിലാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള വധശ്രമത്തിൽ M. ഗീതാനന്ദൻ, ബിനു, രമേശൻ, കൊയിലിപ്പുര അനിൽകുമാർ എന്നിവർക്ക് 5 വർഷം തടവ്. പാർലമെൻറ്റ് സ്തംഭനം തുടരുന്നു. പ്രതിഷേധം ഘടിപ്പിച്ച് പ്രതിപക്ഷം. അമിത്ഷാ സഭകളിൽ എത്താതെ ഒരാഴ്ച എന്ന് പറയുന്നത്. കാവ്യവേഷത്തിൽ പപ്പു യാദവ് താക്കീതുമായി സ്പീക്കർ. ജൂഡോയിൽ ഇന്ത്യക്ക് 2 സ്വർണം. സുഗതന് 6 മാസം അവധി അനുവദിച്ച് കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മുടെ BJP കൗൺസിലർ സുഗതൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മൂപ്പര് ജയിലിലാണല്ലോ. നിരായുധീകരണത്തിന് സമ്മതിച്ച് ഹമാസ്. S. ശ്രീജിത്ത് DGP. പുതിയ DGP ആയിട്ട് S. ശ്രീജിത്ത് ചുമതലയെ. PSC പരീക്ഷാ തട്ടിപ്പ് ചെയർമാനെ ചോദ്യം ചെയ്യും. പഠിച്ച് നേടിയ ജോലിയാണ്, അന്വേഷണം നടക്കട്ടെ എന്ന് ചെയർമാൻ. പിന്നെ രമേശൻ പാലേരി, നമ്മുടെ ഊരാലിംഗൻ്റെ ചെയർമാൻ്റെ 1960 മുതൽ 1960 ജനനം, 2026 മരണം. അതിൻ്റെ ഒരു ഇതും കൂടെ മാതൃഭൂമി 2ാമത്തെ ഫ്രണ്ട് പേജിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മഴ എല്ലാവരും ശ്രദ്ധിക്കുക. ദൂരപ്രദേശങ്ങളിൽ മലയോരത്തിന് താഴെ കീഴെ താമസിക്കുന്ന ആൾക്കാർ കലക്ക വെള്ളത്തിൻ്റെ സാധ്യത നമ്മുടെ തോടുകളിൽ ഒരു പതിവിൽ കൂടുതൽ ഈ കലങ്ങിയ വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മല ഇടിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ട് ഒരുപാട് വിഷയങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരിക്കാം. സാങ്കേതികപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പോൾ നാളെയും നമ്മൾ ജീവിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളൊരു ശ്രദ്ധ, എൻ്റെ ഒരു ആശയമാണ്. അതായത് നമ്മൾ മലയോരത്താണ് താമസിക്കുന്നത്. താഴ്ന്ന ഭാഗത്ത് വെള്ളത്തിന് ഒരു പരിധി കൂടുതൽ കലക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും ആ ഏരിയയിൽ നിന്ന്. കാരണം മലയിടിച്ചിലിന് മുമ്പ് വെള്ളം ഊർന്നിറങ്ങി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത്രയും കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പരമാവധി എല്ലാവരും മഴയെ പ്രതിരോധിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ.